ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് LDC കൊല്ലം ജില്ലയിൽ 2011 ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഇനി നടക്കാൻ പോകുന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ LDC ഗാദിബോർഡ് LDC ഇതേപോലുള്ള എക്സാമുകളുമായി ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ കുറേ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി, അതിന് ബാക്കിയായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഗോഡ്വിൻ ഓസ്റ്റിൻ. ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. മൗണ്ട് K2 എന്നും കൂടി ഗോഡ്വിൻ ഓസ്റ്റിൻ അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ ഔദ്യോഗിക രേഖകൾ പ്രകാരം രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് K2. എവറസ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ്. ദാപ്സാങ്, ലാംബ പഹാർ, ചൊഗേറി, കെച്ചു, കേഗർ എന്നിങ്ങനെയും K2വിന് വിളിപ്പേരുണ്ട്. ദാപ്സാങ്, ലംബ പഹാർ, ചൊഗേറി, കെച്ചു, ക്യോഗർ എന്നിങ്ങനെ K2വിന് വിളിപ്പേരുണ്ട്. പ്രഥമ സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹത നേടിയ പത്രപ്രവർത്തകൻ. ടി വേണുഗോപാൽ. ടി വേണുഗോപാലാണ് പ്രഥമ സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹത നേടിയ പത്രപ്രവർത്തകൻ. ലോകത്തെ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ ഇറക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ ഇറക്കുന്ന രാജ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രമായ ബംഗാൾ ഗസ്റ്റ് തുടങ്ങിയത് 1780 ജനുവരി 29-നാണ്. ഇത് ജെയിംസ് ഹിക്കിയാണ് പുറത്തിറക്കിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രമായ ബംഗാൾ ഗസ്റ്റ് തുടങ്ങിയത് 1780 ജനുവരി 29-നാണ്. ജെയിംസ് ഹിക്കി. ഇന്ത്യൻ പത്രദിനം എന്നറിയപ്പെടുന്നത് ജനുവരി 29-ആണ്. ബംഗാൾ ഗസ്റ്റ് പുറത്തിറങ്ങിയ തീയതിയായ ജനുവരി 29-ആണ് ഇന്ത്യൻ പത്രദിനം. പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴയ ദിനപത്രമാണ് ബോംബെ സമാചാർ. ബോംബെ സമാചാറാണ് പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴയ ദിനപത്രം. 1878 GS അയ്യർ, വീരരാഘവാചാരി തുടങ്ങിയവർ ചേർന്ന് സ്ഥാപിച്ച ദിനപത്രമാണ് ദ ഹിന്ദു. ദ ഹിന്ദു എന്നത് 1878 GS അയ്യർ, വീരരാഘവാചാരി തുടങ്ങിയവർ ചേർന്ന് സ്ഥാപിച്ച ദിനപത്രമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന പത്രമാണ് 1868 തുടങ്ങിയ മദ്രാസ് മെയിൽ. മദ്രാസ് മെയിൽ. ആരാധനാലയങ്ങൾ ഇല്ലാത്ത മതം. കൺഫ്യൂഷനിസം. കൺഫ്യൂഷനിസമാണ് ആരാധനാലയങ്ങൾ ഇല്ലാത്ത മതം. പ്രശസ്ത ചൈനീസ് തത്വചിന്തകനായ കൺഫ്യൂഷ്യസ് ആണ് കൺഫ്യൂഷനിസം എന്ന മതം സ്ഥാപിച്ചത്. കൺഫ്യൂഷ്യസ് ആണ് കൺഫ്യൂഷനിസം എന്ന മതം സ്ഥാപിച്ചത്. ചൈനീസ് തത്വചിന്തകനായിരുന്നു. ചൈനയിലെ മറ്റു പ്രസിദ്ധരായ തത്വചിന്തകന്മാരായിരുന്നു ലവോത്സയും മെൻഷ്യസും. സ്വരാഷ്ട്രനിസം സ്ഥാപിച്ചത് സ്വരാഷ്ട്രാണ്. സ്വരാഷ്ട്രമതത്തിലെ പുണ്യഗ്രന്ഥമാണ് സെൻ അവസ്ഥ. സ്വരാഷ്ട്രമതത്തിലെ പുണ്യഗ്രന്ഥം സെൻ അവസ്ഥയാണ്. പേർഷ്യയിൽ നിന്നും പലായനം ചെയ്ത സ്വരാഷ്ട്രമതക്കാരുടെ പിന്തുടർച്ചക്കാരാണ് ഇന്ത്യയിലെ പാഴ്സികൾ. ഫയർ ടെമ്പിൾ എന്നാണ് സ്വരാഷ്ട്രമതക്കാരുടെ ആരാധനാലയം അറിയപ്പെടുന്നത്. സ്വരാഷ്ട്രമതക്കാരുടെ ആരാധനാലയം അറിയപ്പെടുന്നത് ഫയർ ടെമ്പിൾ എന്ന പേരിലാണ്. ലോകത്തിലെ പ്രധാന 4 മതങ്ങളായ ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, സിഖ് മതം എന്നിവ ഉത്ഭവിച്ചത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലാണ് ലോകത്തിലെ പ്രധാന 4 മതങ്ങളായ ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, സിഖ് മതം എന്നിവ ഉത്ഭവിച്ചത്. ഹീനയാനം, മഹായാനം എന്നിവയാണ് ബുദ്ധമതത്തിലെ പ്രധാന വിഭാഗങ്ങൾ. ബുദ്ധമതക്കാരുടെ ആരാധനാലയമാണ് പഗോഡ. ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാന പ്രമാണം അഷ്ടാംഗമാർഗമാണ്. ദിഗംബരന്മാർ, ശ്വേതംബരന്മാർ എന്നിവയാണ് ജൈനമതത്തിലെ 2 വിഭാഗങ്ങൾ. ദിഗംബരന്മാരും ശ്വേതംബരന്മാരും ജൈനമതത്തിലെ 2 വിഭാഗങ്ങൾ. വെള്ളയാനകളുടെ നാട്. തായ്ലൻഡ്. തായ്ലൻഡാണ് വെള്ളയാനകളുടെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കങ്കാരുവിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയാണ് കങ്കാരുവിൻ്റെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മഞ്ഞിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് കാനഡയാണ്. മഞ്ഞിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് കാനഡ. ലില്ലിപ്പൂകളുടെ നാട് എന്നറിയപ്പെടുന്നത് കാനഡയാണ്. ലില്ലിപ്പൂകളുടെ നാട് എന്നറിയപ്പെടുന്നതും കാനഡയാണ്. മാർബിളുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഇറ്റലിയാണ്. മാർബിളുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഇറ്റലി. യൂറോപ്പിൻ്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലൻഡാണ്. സ്വിറ്റ്സർലൻഡ് യൂറോപ്പിൻ്റെ കളിസ്ഥലം എന്നതിൽ അറിയപ്പെടുന്നു.
പറക്കും മത്സ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ബാർബഡോസ് ആണ്. ബാർബഡോസ് പറക്കും മത്സ്യങ്ങളുടെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നു. പിരമിഡുകളുടെ നാട് ഈജിപ്റ്റാണ്. ഈജിപ്റ്റാണ് പിരമിഡുകളുടെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മരതക ദ്വീപ് അയർലൻഡാണ്. അയർലൻഡാണ് മരതക ദ്വീപ്. വസന്തദ്വീപ് ജമൈക്കയാണ്. ജമൈക്ക വസന്തദ്വീപ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഫാഷൻ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത് പാരീസാണ്. പാരീസ് ഫാഷൻ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നു. പാപികളുടെ നഗരം എന്നറിയപ്പെടുന്നത് ബാങ്കോക്കാണ്. ബാങ്കോക്ക് പാപികളുടെ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നു. ധവള നഗരം ബെൽഗ്രേഡാണ്. ബെൽഗ്രേഡാണ് ധവള നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിദൂര സൗന്ദര്യത്തിൻ്റെ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത് വാഷിങ്ടൺ ഡി സി ആണ്. വാഷിങ്ടൺ ഡി സി ആണ് വിദൂര സൗന്ദര്യത്തിൻ്റെ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലോകത്തിൻ്റെ മെഡിക്കൽ സിറ്റി എന്നറിയപ്പെടുന്നത് വിയന്നയാണ്. വിയന്നയാണ് ലോകത്തിൻ്റെ മെഡിക്കൽ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിലക്കപ്പെട്ട നഗരം ലാസയാണ്. ലാസയാണ് വിലക്കപ്പെട്ട നഗരം. മഴവില്ലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഹവായിയാണ്. ഹവായിയാണ് മഴവില്ലുകളുടെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. റെഡ് ക്രോസിൻ്റെ സ്ഥാപകൻ ഹെൻറി ഡ്യൂനന്റ്. ഹെൻറി ഡ്യൂനന്റ് ആണ് റെഡ് ക്രോസിൻ്റെ സ്ഥാപകൻ. ആൽഫ്രഡ് നോബലിൻ്റെ പേരിലാണ് നോബൽ പ്രൈസ് കൊടുക്കുന്നത്. ലിഫ്റ്റ് കണ്ടുപിടിച്ചത് ഇ ജി ഓട്ടിസ്. ഇ ജി ഓട്ടിസ് ആണ് ലിഫ്റ്റ് കണ്ടുപിടിച്ചത്. ഇനി ചില പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളും അവ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരെ ഒന്ന് പരിചയപ്പെടാം. ഗ്രാമഫോൺ. ഗ്രാമഫോൺ കണ്ടുപിടിച്ചത് തോമസ് ആൽവ എഡിസൺ ആണ്. തോമസ് ആൽവ എഡിസൺ ആണ് വൈദ്യുത ബൾബും ഗ്രാമഫോണും കണ്ടുപിടിച്ചത്. വൈദ്യുത ബൾബും ഗ്രാമഫോണും തോമസ് ആൽവ എഡിസൺ. ഡൈനമിറ്റ് കണ്ടുപിടിച്ചത് ആൽഫ്രഡ് നോബലാണ്. ആൽഫ്രഡ് നോബലാണ് ഡൈനമിറ്റ് കണ്ടുപിടിച്ചത്. എന്നാൽ ഡൈനാമോ കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ ആണ്. ഡൈനാമോ കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേയും ഡൈനാമിറ്റ് കണ്ടുപിടിച്ച് ആൽഫ്രഡ് നോബലുമാണ്. രണ്ടും രണ്ട് വ്യത്യസ്ത സാധനങ്ങളാണ്. ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ഐവാൻ ജെലിസ്റ്റ ടോറിസെല്ലിയാണ്. ഐവാൻ ജെലിസ്റ്റ ടോറിസെല്ലിയാണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത്. ടോറിസെല്ലി എന്ന് ഓർത്തിരിക്കുക. മിക്കവാറും ക്വസ്റ്റ്യൻസിൽ ടോറിസെല്ലി എന്ന് മാത്രമായിരിക്കും കാണുക. മൈക്രോഫോൺ കണ്ടുപിടിച്ചത് എമിൽ ബെർണിലാണ്. എമിൽ ബെർണിൽ. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ടാണ്. ജെയിംസ് വാട്ടാണ് ആവിയന്ത്രം കണ്ടുപിടിച്ചത്. അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത് ജോൺ ഗുട്ടൻബർഗ് ആണ്. ജോൺ ഗുട്ടൻബർഗ്. കാർ കണ്ടുപിടിച്ചത് ബെൻസാണ്. ബെൻസാണ് കാർ കണ്ടുപിടിച്ചത്. റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണിയാണ്. മാർക്കോണിയാണ് റേഡിയോ കണ്ടുപിടിച്ചത്. ഡീസൽ എഞ്ചിൻ. ഡീസൽ എഞ്ചിനുകൾ കണ്ടുപിടിച്ചത് റുഡോൾഫ് ഡീസലാണ്. റുഡോൾഫ് ഡീസലാണ് ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചത്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെയ്നെ ലെനക്കാണ്. റെയ്നെ ലെനക്കാണ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ എൽ ഷോൾഡാണ്. ക്രിസ്റ്റഫർ എൽ ഷോൾഡാണ് ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചത്. എയർഫോഴ്സിൽ ഗ്രൂപ്പ് ക്യാപ്റ്റന് തുല്യമായ ആർമിയിലെ റാങ്ക് കേണൽ. കേണലാണ് എയർഫോഴ്സിൽ ഗ്രൂപ്പ് ക്യാപ്റ്റന് തുല്യമായ ആർമിയിലെ റാങ്ക്. പ്രധാനപ്പെട്ട മിലിറ്ററി റാങ്കുകൾ നോക്കാം. കരസേനയിൽ ഫീൽഡ് മാർഷലാണ്. എന്നാൽ അത് വ്യോമസേനയിൽ എത്തുമ്പോൾ മാർഷൽ ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് എന്നായി മാറും. നാവികസേനയിൽ ഇത് അഡ്മിറൽ ഓഫ് ദി ഫ്ലീറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. കരസേനയിൽ ഫീൽഡ് മാർഷൽ എന്ന പദവി വ്യോമസേനയിൽ മാർഷൽ ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. നാവികസേനയിൽ അഡ്മിറൽ ഓഫ് ദി ഫ്ലീറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. കരസേനയിൽ ജനറൽ എന്ന റാങ്ക് വ്യോമസേനയിൽ എത്തുമ്പോൾ എയർ ചീഫ് മാർഷൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. ജനറൽ എയർ ചീഫ് മാർഷൽ എന്നും നാവികസേനയിൽ അഡ്മിറൽ എന്നും അറിയപ്പെടുന്നു. കരസേനയിൽ ജനറൽ എന്ന റാങ്ക് വ്യോമസേനയിൽ എത്തുമ്പോൾ എയർ ചീഫ് മാർഷൽ എന്നാകുന്നു. അത് നാവികസേനയിൽ അഡ്മിറൽ എന്ന റാങ്കാണ്. ലഫ്റ്റനന്റ് ജനറൽ. കരസേനയിൽ ലഫ്റ്റനന്റ് ജനറൽ എന്നത് വ്യോമസേനയിൽ എയർ മാർഷലാണ്. എയർ മാർഷൽ. അത് നാവികസേനയിൽ വൈസ് അഡ്മിറലാണ്. വൈസ് അഡ്മിറൽ. കരസേനയിൽ മേജർ ജനറൽ എന്നത് വ്യോമസേനയിൽ എയർവൈസ് മാർഷലാണ്. എയർവൈസ് മാർഷൽ. അത് നാവികസേനയിൽ റിയർ അഡ്മിറലാണ്. റിയർ അഡ്മിറൽ. കരസേനയിൽ ബ്രിഗേഡിയർ എന്ന റാങ്ക് വ്യോമസേനയിൽ എയർ കമാൻഡറാണ്. എയർ കമാൻഡർ. അത് നാവികസേനയിൽ കോമഡോറാണ്. കോമഡോർ. കരസേനയിൽ കേണൽ എന്ന പദവി വ്യോമസേനയിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ.
ഇത് നാവികസേനയിൽ ക്യാപ്റ്റൻ എന്നാണ്. ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കരസേനയിൽ കേണൽ എന്ന പദവി വ്യോമസേനയിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനായിട്ടും നാവികസേനയിൽ വെറും ക്യാപ്റ്റനായിട്ടും മാറുന്നു. ലഫ്റ്റനന്റ് കേണൽ, കരസേനയിലെ ലഫ്റ്റനന്റ് കേണൽ എന്ന പദവി വ്യോമസേനയിൽ വിംഗ് കമാൻഡറാണ്. വിംഗ് കമാൻഡർ. അത് നാവികസേനയിൽ കമാൻഡറാണ്. വെറും കമാൻഡറാണ് നാവികസേനയിൽ. വ്യോമസേനയിൽ വിംഗ് കമാൻഡറാണ്. കരസേനയിൽ ലഫ്റ്റനന്റ് കേണലാണ്. ഇനി കരസേനയിലെ മേജർ എന്ന പദവി വ്യോമസേനയിൽ സ്ക്വാഡ്രൻ ലീഡർ എന്ന പേരിൽ അറിയപ്പെടുന്നു. സ്ക്വാഡ്രൻ ലീഡർ. ഇത് നാവികസേനയിൽ ലഫ്റ്റനന്റ് കമാൻഡറാണ്. ലഫ്റ്റനന്റ് കമാൻഡർ. ഇനി കരസേനയിൽ ക്യാപ്റ്റൻ എന്ന പദവി വ്യോമസേനയിൽ ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ആണ്. ഫ്ലൈറ്റ് ലഫ്റ്റനന്റ്. നാവികസേനയിൽ ഇത് ലഫ്റ്റനന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി കരസേനയിലെ ലഫ്റ്റനന്റ് എന്ന പദവി വ്യോമസേനയിൽ ഫ്ലൈയിങ് ഓഫീസർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഫ്ലൈയിങ് ഓഫീസർ. ഇത് നാവികസേനയിൽ സബ് ലഫ്റ്റനന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. സബ് ലഫ്റ്റനന്റ്. ഒരു ബിൽ നിയമമാകുന്നതെങ്ങനെ? രാഷ്ട്രപതി ഒപ്പുവെക്കണം. ഒരു ബിൽ നിയമമാകണമെങ്കിൽ രാഷ്ട്രപതി ഒപ്പുവെക്കണം. ലോകസഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ്. ലോകസഭ സമ്മേളിക്കുന്നതിന് ആകെ വേണ്ട മിനിമം അംഗങ്ങൾ ആകെ അംഗങ്ങളുടെ 10 അംഗങ്ങളാണ്. ആകെ അംഗങ്ങളുടെ 10 അംഗങ്ങൾ. ഡാഷിന്റെ അഭാവത്തിൽ തൊലി വരളുന്നു. ഇതിന് ശരിയത്തിനല്ല. വിറ്റാമിൻ B5. വിറ്റാമിൻ B5ന്റെ അഭാവത്തിലാണ് തൊലി വരളുന്നത്. വിറ്റാമിൻ B5ന്റെ ശാസ്ത്രനാമം നിയാസിൻ എന്നാണ്. നിയാസിൻ എന്നാണ് വിറ്റാമിൻ B5 അറിയപ്പെടുന്നത്. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേര് ഇസ്താംബൂൾ. ഇസ്താംബൂൾ എന്നാണ് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേര്. ഇറാന്റെ പഴയ പേര് പേർഷ്യ എന്നായിരുന്നു. പേർഷ്യ എന്നായിരുന്നു ഇറാന്റെ പഴയ പേര്. ചില പഴയ പേരുകളും പുതിയ പേരുകളും നോക്കാം. ഫ്രഞ്ച് സുഡാൻ എന്ന പഴയ പേരുണ്ടായിരുന്നത് മാലിക്കാണ്. മാലിയുടെ പഴയ പേര് ഫ്രഞ്ച് സുഡാൻ എന്നായിരുന്നു. ചൈനയുടെ പഴയ പേര് കാതൈ എന്നായിരുന്നു. കാതൈ എന്നായിരുന്നു ചൈനയുടെ പഴയ പേര്. എത്യോപ്യയുടെ പഴയ പേര് അബിസീനിയ എന്നായിരുന്നു. അബിസീനിയ എന്നായിരുന്നു എത്യോപ്യയുടെ പഴയ പേര്. ജക്കാർത്തയുടെ പഴയ പേര് ബട്ടാവിയ എന്നായിരുന്നു. ബട്ടാവിയ. ഇന്തോനേഷ്യയുടെ പഴയ പേര് ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്നായിരുന്നു. ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്നത് ഇന്തോനേഷ്യയുടെ പഴയ പേരാണ്. ശ്രീലങ്ക പഴയകാലത്ത് അറിയപ്പെട്ടത് സിലോൺ എന്ന പേരിലായിരുന്നു. സിലോൺ. സിംബാബ്വെ അറിയപ്പെട്ടിരുന്നത് ദക്ഷിണ റൊഡേഷ്യ എന്നായിരുന്നു. ദക്ഷിണ റൊഡേഷ്യ എന്നറിയപ്പെട്ടത് സിംബാബ്വെയാണ്. സൗത്ത് വെസ്റ്റ് ആഫ്രിക്ക എന്നറിയപ്പെട്ടിരുന്നത് നമീബിയ ആയിരുന്നു. നമീബിയയുടെ പഴയ പേര് സൗത്ത് വെസ്റ്റ് ആഫ്രിക്ക എന്നായിരുന്നു. ഗാനയുടെ പഴയ പേര് ഗോൾഡ് കോസ്റ്റ് എന്നായിരുന്നു. ഗോൾഡ് കോസ്റ്റ്. കംബോഡിയയുടെ പഴയ പേര് കംപൂച്ചിയ എന്നായിരുന്നു. കംബോച്ചിയ. ഇറാഖിന്റെ പഴയ പേര് മെസ്സപ്പൊട്ടാമിയ എന്നായിരുന്നു. മെസ്സപ്പൊട്ടാമിയ. മ്യാൻമറിന്റെ പഴയ പേര് ബർമ എന്നായിരുന്നു. ബർമ. തായ്ലൻഡിന്റെ പഴയ പേര് സയാം എന്നായിരുന്നു. സയാം. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. വാസ്കോഡ് ഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരനാണ് പെട്രോ അൽവാരിസ് കബ്രാൾ. പെട്രോ അൽവാരിസ് കബ്രാൾ വാസ്കോഡ് ഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരനാണ്. അദ്ദേഹം AD 1500 എത്തിയത്. AD 1500. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ വൈസ്രോയിയാണ് അൽബുക്കർക്ക്. അൽബുക്കർക്ക് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ വൈസ്രോയിയാണ്. അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ആ സ്ഥാനത്ത് പരമാവധി എത്ര വർഷം തുടരാം? 8. അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ആ സ്ഥാനത്ത് പരമാവധി 8 വർഷം വരെ തുടരാൻ കഴിയും. അമേരിക്കൻ പ്രസിഡന്റ് കാലാവധി 4 വർഷമാണ്. 4 വർഷം. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് തോമസ് ജെഫേഴ്സൺ ആണ്. തോമസ് ജെഫേഴ്സൺ. ഏറ്റവും കൂടുതൽ കാലം അമേരിക്ക ഭരിച്ച പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ ആണ്. ജോർജ് വാഷിംഗ്ടൺ. താഴെ പറയുന്നവയിൽ ആനകളെ കാണാത്ത വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. ഉത്തരമില്ല, ഒഴിവാക്കിയതാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ പകലുള്ള ദിനം.
ജൂൺ 21. ജൂൺ 21 ഉത്തരാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ പകലുള്ള ദിനം. രാത്രിയും പകലും തുല്യമായി വരുന്ന ദിനങ്ങളാണ് വിഷുവങ്ങൾ. രാത്രിയും പകലും തുല്യമായി വരുന്ന ദിനങ്ങളാണ് വിഷുവങ്ങൾ. വിഷുവങ്ങൾ 2 തരമുണ്ട്. വസന്ത വിഷുവം, വേണൽ ഇക്വിനോക്സ് സംഭവിക്കുന്നത് മാർച്ച് 21. ഇത് മാർച്ച് 21. പിന്നെ അടുത്തത് ശരത് വിഷു എന്നാണ്, ഓട്ടംനൽ എക്വിനോക്സ്. ഇത് സംഭവിക്കുന്നത് സെപ്റ്റംബർ 23. സെപ്റ്റംബർ 23. കർക്കിടക അയനാന്തം ജൂൺ 21. ഈ ദിനത്തിൽ ഉത്തരായന രേഖയിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നു. ഇതിൻ്റെ ഫലമായി ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിയും അനുഭവപ്പെടുന്നു. ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്ന ദിവസം ജൂൺ 21. ജൂൺ 21. കേരളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രി അനുഭവപ്പെടുന്ന ദിവസമാണ് ഡിസംബർ 22. ഡിസംബർ 22 കേരളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രി അനുഭവപ്പെടുന്ന ദിവസമാണ്. ഇതിന് കാരണം ഡിസംബർ 22 സൂര്യരശ്മികൾ ദക്ഷിണായന രേഖയിൽ ലംബമായി പതിക്കുന്നതിൻ്റെ ഫലമായി ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയ. മേഘാലയയിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി. കേരളത്തിന് പ്രധാനമായും മഴ നൽകുന്ന മൺസൂൺ തെക്ക് പടിഞ്ഞാറ് മൺസൂണാണ്. തെക്ക് പടിഞ്ഞാറ് മൺസൂൺ. തമിഴ്നാടിന് പ്രധാനമായും മഴ നൽകുന്നത് വടക്ക് കിഴക്കൻ മൺസൂണാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ. മേഘാലയയിലെ ഗാസി കുന്നുകളിലെ ചിറാപുഞ്ചിയായിരുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ വാർഷിക പാതം ലഭിക്കുന്ന പ്രദേശം. എന്നാൽ ചിറാപുഞ്ചിക്ക് പടിഞ്ഞാറുള്ള മൗസിൻഡമാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മേഘാലയയിൽ തന്നെയുള്ള മൗസിൻഡാമാണ്. മൗസിൻഡാം.